പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ തിരുമണിക്കൂറിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മനുഷ്യവംശത്തോട് അളവറ്റ കരുണയും സ്നേഹവും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം പോലും ചിന്തി ബലിയർപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ നൽകിയ വലിയ കരുണയാണ് നീ നൽകിയത്. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ ആ കരുണ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയത് ഈശോയെ എൻ്റെ ബലിയിലൂടെയാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങളിനെ സ്തുതിക്കുന്നു. 103 സങ്കീർത്തനം അതിൻ്റെ 8 തിരുവചനം പറയുന്നത് പോലെ കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഈശോയെ, ആ ഒരു വലിയ ബോധ്യത്തോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരുന്നു ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കരുണയിലേക്ക് നടന്നെടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 27 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ ഒരു വചനഭാഗം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത്, ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്തിന് ഏറ്റവും മധ്യഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. ഈശോയെ അടുത്തറിയുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഈശോയെ കാണുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും കൂടെ വസിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചു പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക്. അങ്ങനെ പരസ്യ ജീവിതത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഒരു പരീക്ഷ നടത്തുകയാണ്. ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ ആരെന്നാണ് ആളുകൾ പറയുക? ഞാൻ ആരെന്നാണ് ആളുകൾ പറയുക? ആളുകൾ എപ്രകാരമാണ് ഈശോയെ മനസ്സിലാക്കിയിരിക്കുന്നത്? ആളുകൾ എപ്രകാരമാണ് ഈശോയെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അറിയുവാനായിട്ട് ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുക? അതിനുശേഷം വീണ്ടും ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക? വളരെ വ്യക്തിപരമായ പേഴ്സണൽ ക്വസ്റ്റ്യൻ, വ്യക്തിപരമായ ചോദ്യം പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുകയാണ്. ഇത് അവരുടെ ഒരു തിയറി എക്സാമാണ്. അവർക്ക് എന്തുമാത്രം ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു പരീക്ഷയായിരുന്നു. അതിൽ 100-ൽ 100 മാർക്കും മേടിക്കുന്ന പത്രോസ്ലീഹായെ കാണാൻ പറ്റും. പത്രോസ്ലീഹ ചാടിക്കയറി പറഞ്ഞു, നീ ക്രിസ്തുവാണ്, നീ ക്രിസ്തുവാണ്. ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഒരു തടസ്സമോ ഒന്നുമില്ലാതെ ഉത്തരം പെട്ടെന്ന് പറഞ്ഞു. വളരെ കൃത്യമായ ഉത്തരമാണ് പത്രോസ്ലീഹ പറഞ്ഞത്. പത്രോസ്ലീഹ പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ഈശോയെ അത്രമാത്രം മനസ്സിലാക്കി എന്ന് കരുതിയ പത്രോസ്ലീഹ വീണ്ടും നമ്മൾ കാണും തുടർന്നുള്ള വചനത്തിൽ ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്തിൽ സംഭവിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന സഹനങ്ങളെ കുറിച്ച് പറയുകയാണ്. നിയമജ്ഞന്മാരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും
3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുവിൻ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്രയും നേരം നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞിരുന്ന പത്രോസ്ലീഹ ഈശോയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, നിനക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. തടസ്സം പറയുന്ന പത്രോസ്ലീഹായെ കാണുന്നുണ്ട്. ആ പത്രോസ്ലീഹായെ നോക്കി ഈശോ പറയുകയാണ്, സാത്താനെ ദൂരെ മാറിപ്പോക. നീ മാനുഷികമായിട്ടാണ് ചിന്തിക്കുക, ദൈവികമായിട്ട് ചിന്തിക്കണം. ദൈവികമായിട്ട് ചിന്തിക്കണമെന്നുള്ള വലിയ കാര്യം. തിയറി പരീക്ഷയിൽ 100-ൽ 100 മാർക്ക് മേടിച്ച് ഈശോയെ നീ ക്രിസ്തുവാണ് എന്ന് പ്രഘോഷിച്ച പത്രോസ്ലീഹ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൽ അവിടെ പരാജയപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. അത്രയും നേരവും നീ ശ്രേഷ്ഠനാണ് എന്ന് ഈശോ പറഞ്ഞെങ്കിൽ കുറച്ച് നേരങ്ങൾക്ക് ശേഷം പറയുന്നത്, സാത്താനെ എന്നിൽ നിന്ന് ദൂരെ അകന്നു പോകുക. പ്രകാരം പരീക്ഷയിൽ തോറ്റുപോയ പത്രോസ്ലീഹായെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന, ഈശോയെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാതെ മടി കാണിച്ച് മാറി നിൽക്കുന്ന പത്രോസ്ലീഹായെ കാണാൻ പറ്റും. പക്ഷെ ഉത്ഥാനത്തിന് ശേഷം താൻ ഏറ്റുപറഞ്ഞത് ഏറ്റവും ധീരതയോടെ പ്രഘോഷിക്കുന്ന പത്രോസ്ലീഹായെ കാണാൻ പറ്റും. ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പത്രോസേ, ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു? ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ്ലീഹായ്ക്ക് നിറകണ്ണുകളോടെ ഈശോയോട് പറയുന്ന കാര്യം ഇതാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നീ അറിയുന്നല്ലോ. താൻ ഏറ്റുപറഞ്ഞ ആ വിശ്വാസം, നീ ക്രിസ്തുവാണ്, ആ ഒരു വലിയ വിശ്വാസം നിറകണ്ണുകളോടെ ജീവിതത്തെ പ്രഘോഷിക്കുന്ന പത്രോസ്ലീഹായെ കാണാൻ പറ്റും. ഒരു മാറ്റമില്ല. വീണ്ടും പത്രോസ്ലീഹായുടെ പ്രഘോഷണങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ കാണുമ്പോൾ ക്രിസ്തുവിനെ ഇത്രമാത്രം ശക്തമായിട്ട് പ്രഘോഷിക്കുമ്പോൾ പത്രോസ്ലീഹായുടെ ആ ഒരു വലിയ ജീവിത സാക്ഷ്യം കേട്ട് ആളുകൾ ഹൃദയം തുറങ്ങി പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത്രമാത്രം ആഴത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനാണ് പത്രോസ്ലീഹായ്ക്ക് സാധിച്ചു. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തു അവിടുന്ന് തൻ്റെ യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നത് സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതായത് ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുന്നത് ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ചൊരിഞ്ഞ ആ വലിയ കാരുണ്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് വേണ്ടി നിത്യമായ ഒരു സൗഭാഗ്യം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ഇത്രമാത്രം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഇത്രമാത്രം ശങ്കോട് ചേർത്ത് പിടിക്കാൻ പത്രോസ്ലീഹായെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് വേണ്ടി ഇത്രമാത്രം പീഡകൾ സഹിച്ച് വേദനകൾ സഹിച്ച് എന്നെ ചേർത്ത് പിടിച്ച ദൈവം എന്തിനു വേണ്ടിയാണ്? എൻ്റെ ജീവിതത്തിൽ നിത്യസൗഭാഗ്യം എനിക്ക് നൽകുവാൻ, നിത്യജീവൻ എനിക്ക് നൽകുവാനായിട്ട് ദൈവം എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൽ അഭയം പ്രാപിക്കുവാനായിട്ട് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈശോയെ, നിന്റെ കരുണയിൽ ഞാൻ ശരണം വയ്ക്കുന്നു എന്ന് നമ്മൾ ഏറ്റുപറയണം. പ്രകാരം പറയാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രേരണ, നമ്മളെ ഓരോരുത്തരെയും ഇത്ര അധികമായി സ്നേഹിച്ച് നമ്മളെ ഓരോരുത്തരെയും തൻ്റെ ചങ്കോട് ചേർത്ത് പിടിച്ച് അവസാനത്തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ചിന്തി നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ തമ്പുരാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം നിത്യജീവൻ നമുക്കായിട്ട് നൽകി. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വലിയ നിക്ഷേപം ഒരുക്കി വച്ചിരിക്കുന്നു. ഒളിമങ്ങാത്തതും അക്ഷയവും കളങ്കരഹിതവുമായ ഒരു വലിയ സൗഭാഗ്യം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് കാണിച്ച ഏറ്റവും മഹത്തായ ആ കരുണ അതാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കാം. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും തിയറി പരീക്ഷയിൽ പത്രോസ്ലീഹായെ പോലെ നമ്മൾ വിജയിക്കാറുണ്ട്. കാറ്റഗറിസം പഠിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് അറിയാമോ? അറിയാം. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബൗദ്ധികമായ തലത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും അറിയുവാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ
അതിൻ്റെ പ്രാക്ടിക്കൽ വശത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രായോഗികമായ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പത്രോസ്ലീഹായെ പോലെ പരാജയപ്പെട്ടു പോകാറുണ്ടോ? പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പത്രോസ്ലീഹായെ പോലെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാനും ഈശോയോട് പറയാൻ നമുക്ക് സാധിക്കണം. ഈശോയെ, എല്ലാറ്റിലും ഉപരിയായി, എല്ലാ വസ്തുക്കളെയും ഉപരിയായി, ഈ ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളെക്കാൾ ഉപരിയായി ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് നിനക്കറിയാമല്ലോ. ആ ഒരു വലിയ ഉറച്ച ബോധ്യത്തോടെ ഈശോയോട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പത്രോസ്ലീഹായെ പോലെ വിജയികളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറും. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പരിപൂർണ ബോധ്യത്തോടെ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവം നമ്മളോട് ഇത്രമാത്രം സ്നേഹവും കരുണയും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ഇത്ര അധികമായി ദൈവം സ്നേഹിക്കുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ജീവിത പങ്കാളിയും മക്കളെയും അവരുടെ ഭാവി ജീവിതങ്ങളെയെല്ലാം പ്രത്യേകം സമർപ്പിക്കാം. രോഗികളായിട്ടുള്ളവരെയും പലവിധ ശാരീരിക മാനസികമായ ക്ലേശങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും ജീവിതത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കഷ്ടപ്പെടുന്നവർ, എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈശോയെ, നിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാ പ്രാർത്ഥനകളും നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങിൽ പൂർണ്ണമായ ശരണം പ്രാപിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ആശീർവാദത്തിനായി ഞങ്ങൾ മുട്ടുകുത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, കടാക്ഷിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.